നമസ്കാരം. അപ്പോൾ നമ്മുടെ ആനക്കഥയുടെ രണ്ടാമത്തെ എപ്പിസോഡും മൂന്നാമത്തെ ദിവസവുമാണ്. അപ്പോൾ നമുക്ക് തൃശ്ശൂരേക്കാണ് ഇന്നത്തെ യാത്ര. ആനക്കഥയുടെ എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഷോട്ടുകൾ വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്തത് എന്നുള്ളത് വിശദമായിട്ട് ഈ എപ്പിസോഡിൽ ഞാൻ പറയുന്നതായിരിക്കും. കം. അങ്കമാലിലെത്തി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ നമുക്ക് തൃശ്ശൂർ പോകാം. അപ്പോ നമ്മളിപ്പോ തൃശ്ശൂര് എത്തിയിരിക്കുകയാണ്. അപ്പോ തൃശ്ശൂര് എന്റെ പ്രിയപ്പെട്ട ചങ്ക് രജീഷ് അത്തം, അതുപോലെ തന്നെ ക്രിസ്റ്റോ ഉണ്ട്. കാരണം ഈ ഇതിന്റെ അകത്ത് അഭിനയിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു ഗുണ്ടയുണ്ട്, നമ്മുടെ ഗുണ്ട. അവനെ കണ്ടാൽ തന്നെ ഭയങ്കര കണ്ടില്ലേ, അവന്റെ സെറ്റപ്പ് ഉണ്ടല്ലേ. അപ്പൊ അവനാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത്. അപ്പൊ രജീഷാണ് നമുക്ക് ആനയൊക്കെ റെഡിയാക്കി തന്നിരിക്കുന്നത്. രജീഷാണ് അളി. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ കയ്പമംഗലത്തേക്കാണ് പോണത്. കയ്പമംഗലം സോറി, കൈപ്പറമ്പ് മുണ്ടൂരടുത്ത്. അളിയന്റെ സുഹൃത്തിന്റെ ആനയാ? അതെ അതെ, എന്റെ സുഹൃത്തിന്റെ ആണല്ലേ. നേരത്തെ അഭിനയിച്ചിട്ടുണ്ടോ? അവിടെ ചെല്ലുമ്പോ അറിയില്ലേ? അവിടെ ചെല്ലുമ്പോൾ അറിയുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് എന്താ പറയാ, നമ്മള് പത്തനംതിട്ടയില് പോയി ഒരുപാട് കുറച്ച് ആരെയും വിളിച്ചിട്ടല്ല നമ്മൾ പോയത്. പക്ഷെ പല സുഹൃത്തുക്കളെ നമ്മൾ കാണാൻ ഇത് വന്നു. അതേപോലെ തന്നെയാണ് തൃശ്ശൂര് നമ്മൾക്ക് എത്തുമ്പോൾ ഇതുപോലുള്ള കുറെ സൗഹൃദങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഇനിയും കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ നമ്മള് ആനയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ആന നിൽക്കുന്നതാണ്, കണ്ടോ? ഒരിടത്ത് തളച്ചിട്ടിരിക്കുന്ന ആനയാണ്. അല്ലാതെ ആനയെ നമ്മൾ അഴിക്കുന്നോ അല്ലെ ആനയെ വേറെ അങ്ങോട്ടും കൊണ്ടുപോകുന്നോ ഒന്നുമില്ല. അവിടെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആനയടുത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ തൃശ്ശൂന്ന് ഏതാ സ്ഥലം? കൈപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അവിടെ നമ്മുടെ രജീഷിന്റെ ഏറ്റവും ആത്മാർത്ഥ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അബി എന്നാണ് പേര്. പുള്ളി ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന ഭ്രാന്താണ്. പുള്ളിയെ സിനിമാക്കാരെല്ലാം, ഏത് സിനിമാക്കാരായിക്കോട്ടെ എന്ത് ഇതിനായിക്കോട്ടെ, പുള്ളിയെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി അപ്പോൾ തന്നെ അതിനു വേണ്ടുന്ന അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യുന്ന ഒരു കലാകാരൻ കൂടിയാണ്. അപ്പോൾ അബി ആണ് നമുക്ക് ഈ ആനയുടെ അടുത്ത് നമ്മൾ എത്തിയതും. ഇതിന്റെ നമ്മളിപ്പോൾ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം. നമ്മളിപ്പോൾ ആനയെ നമ്മൾ സിനിമയിൽ എങ്ങനെയാണ് ആനയുടെ മതം പൊട്ടി വരുന്നത് അല്ലെ അങ്ങനെയൊക്കെ കാണിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ആൾക്കാർ ആകാംക്ഷയോടെ ചോദിക്കാറുണ്ട്. പക്ഷേ വളരെ സിമ്പിളാണ്. കാരണം ആന എവിടെയോ നിൽക്കുന്നു, അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ മറ്റെവിടെയോ നിൽക്കുന്നു. അല്ലാതെ ഒരു കമ്പൈൻ ഷോട്ടോ ഒന്നുമില്ലാതാണ് നമ്മളിത് വളരെ സിമ്പിളായിട്ടാണ് നിങ്ങളെ ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇത് പരിചയപ്പെടുത്തുന്നതിന് ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് അബി. അബിയുടെ കുറച്ച് വിശേഷങ്ങളോടെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് അറിയാം.
എത്ര വർഷമായി ഇത്രയും ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? എത്ര വർഷമായി? 12 വർഷമായി അല്ലേ? ഇപ്പൊ എവിടെയാ വീട്? ഇവിടെ അവിടെയാണ് വീടല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഇപ്പൊ അടുത്ത ഏതാ പടം ചെയ്തേ? അജഗജാന്തരം. അജഗജാന്തരം എന്ന് പറയുന്ന സിനിമയിലും അഭിയാണ് കൊടുത്തത്. അതൊക്കെ ജസ്റ്റിൻ എന്ന് പറയുന്നത് കൂട്ടുകാരന് വിട്ടുകൊടുത്തിട്ട് പുള്ളിയാണ് ആ പടത്തിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ആനച്ചന്ത, അതൊക്കെ തൃശ്ശൂർ ബേസ് ചെയ്ത പടങ്ങളല്ലേ? അതെ, അങ്ങനെയൊക്കെ കുറെ സിനിമകളുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ഒരു കലാകാരനാണിത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഒരു ഫീല്? എന്താണ് ഇതിൻ്റെ അകത്തൊരു ഫീല്? കൂടുതലും ഈ പറയുന്ന ഈ ആനയുമായിട്ടുള്ള ഒരു കമ്പവുമായിട്ട് നടക്കുമ്പോൾ എന്തൊരു ഫീല് കിട്ടുന്നത്? ആനയാണ് ഞങ്ങളിത് വീട്ടില് ഉത്സവങ്ങൾക്ക് കേട്ട് ആനനെ നിർത്തിയുള്ളതാണ് വീട്ടില്. ഇതിപ്പോ പരിപാടി സിനിമയിൽ ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കും, നമ്മൾ അറിയണ കാരണം വിട്ടുകൊടുക്കും. ഇത് പക്ഷെ ഇപ്പൊ ഈ ആനയുടെ പ്രോഗ്രാമിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഈ ഫോറസ്റ്റ് ആനയുടെ അങ്ങനെ നിർത്തി വെച്ചു കൊടുക്കുക പരിപാടികൾ. അപ്പൊ ഇതിനെ ഇങ്ങനെ ഇപ്പൊ ചെയ്തില്ലേ, ഇപ്പൊ ചെയ്തില്ലേ, ഇതേമാതിരി ആനനെ ചെയ്യും. പുറമേന്ന് വേറെ ഗ്രാഫിക് മോഡല് മാറ്റി ചെയ്യും. ഇതാണ് ഇതിലുള്ള സത്യം. ആൾക്കാർ കാണുമ്പോ ഇതിന് ആരെ നമ്മള് വരുന്നു ഒക്കെ ഗ്രാഫിക്. ഇത് എന്താണെന്നറിയാമോ, എനിക്കും ഒരു ആഗ്രഹമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ആനയും കൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ എല്ലാവരും തെറ്റിദ്ധരിക്കും. പക്ഷെ ഇതൊന്നുമല്ല. ഇത് വളരെ സിമ്പിളായിട്ട് ഇത്തരത്തിലാണ് ഷൂട്ട് ചെയ്യുന്നതെന്നുകൂടെയാണ് ഞാൻ ഇതിൻ്റെ അകത്തൂടെ ഒന്നുകൂടെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് സാധാരണക്കാർക്ക്, ഒരു സിനിമാ സ്വപ്നവുമായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ നടക്കുന്ന ആൾക്കാർക്ക്, സാധാരണക്കാർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സീന് എങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ മൃഗങ്ങളെ ഏതായാലും ആനയായിക്കോട്ടെ, ഏതൊരു മൃഗത്തിനെ കാണിക്കണമെങ്കിലും അതിന് സെൻസർ ചെയ്ത് കിട്ടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആനയെ വെച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് നൂലാമാലകളാണ്. ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന എപ്പിസോഡുകൾ നിങ്ങൾ ഈ വിശകലനം ചെയ്യുന്ന സമയത്തേക്ക് ചിലരൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്, VFXൻ്റെ ഇതിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആയിരിക്കാം. ഞാൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന എപ്പിസോഡുകളെല്ലാം അത് ഒരു പക്ഷേ ഒരു 20,000 രൂപയുള്ളൊരു ഷോർട്ട് ഫിലിം എടുക്കാൻ നടക്കുന്ന ഒരാൾക്ക് ഉപകാരപ്പെടുന്നത് മാത്രമാണല്ലേ മഹത്തായ മലയാള സിനിമയുടെയോ അല്ലേ പിന്നെ ബാഹുബലി പോലുള്ള വലിയ സിനിമകളുടെയോ കാര്യങ്ങളല്ല, കോടികൾ മുടക്കുന്ന സിനിമകളുടെയോ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നവന് അല്ലെങ്കിൽ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു കലാകാരന് ഇത് ഉപകാരപ്പെടണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊക്കെ പറയുന്നത്. മറ്റൊന്നുമല്ല, ഈ ആനയെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത്, ആനയെ നമ്മൾ തളച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ് പോയി എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് നമ്മളിതെടുക്കുമ്പോൾ കുന്നത്തൂർ മന കാണിക്കുന്നു. ആനയുടെ ഒരു ആംബിയൻസ്, നമ്മളിപ്പോൾ ഒരു ആംബിയൻസ് കാണിക്കുമ്പോൾ അതിനോടനുബന്ധിച്ചാണ് ആന നിൽക്കുന്നത് എന്ന് തോന്നാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു ഷോട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രിസ്റ്റോ എന്ന് പറയുന്നത് ആനയെ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. നീ വായുടെ അടുത്തോട്ട് ചെല്ലണ്ണ, അയ്യേ അത് നടക്കത്തില്ല. ഇപ്പൊ ക്രിസ്റ്റോയ്ക്ക് അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ക്രിസ്റ്റോ നമ്മൾ വെള്ളം അടിച്ചിട്ട് വരുന്ന ഒരു ഇതായിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. ക്രിസ്റ്റോ ആ വരുന്ന സീക്വൻസ് ആണ് നമ്മൾ ആദ്യം ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ആനയെ കാണുന്നു. ഒബ്ജക്റ്റീവായിട്ടുള്ള കുറേ സാധനങ്ങളുടെ അതായത് പുല്ലുകളുടെ ഇടയിലൂടെയാണ് ആനയെ കാണുന്നത്. ആനയ്ക്ക് പഴം കൊടുക്കാൻ പോകുന്നതായിട്ടുള്ള ഷോട്ടുകൾ നമ്മൾ എടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. അയാളുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ക്യാമറ വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ക്ലോസ് റേഞ്ചിലേക്ക് ആനയുടെ സജഷനിൽ അല്ലെ ആനയുടെ അടിയിലൂടെ അദ്ദേഹം നടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്ന് പറയുന്നത് വീഴുന്നത് നമ്മൾ ആനയുടെ സജഷനിൽ അതെടുക്കുമ്പോൾ കാണുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അത് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഫീല് തോന്നും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്തു, ഈ ക്രിസ്റ്റോ ഇറങ്ങി പോയി. സത്യം പറഞ്ഞാൽ ക്രിസ്റ്റോയോട് പഴം കൊടുക്കാൻ പറഞ്ഞാൽ ക്രിസ്റ്റോയ്ക്ക് ഭയങ്കര ഭയമാണ്. ആ ആനയുടെ അടുത്തോട്ടേ ക്രിസ്റ്റോ ഇല്ലുന്നില്ല. പക്ഷേ ക്രിസ്റ്റോ പഴം ഒരു തരത്തിൽ കൊടുക്കുന്നു. അത് അങ്ങേ സൈഡിൽ നിന്നും നമ്മൾ ഓപ്പോസിറ്റ് ആംഗിളിൽ നിന്നും ക്യാമറ എടുക്കുന്നു. അതേപോലെ തന്നെ ക്രിസ്റ്റോയുടെ ഷോട്ട് നമ്മൾ ക്രിസ്റ്റോയുടെ സൈഡിൽ നിന്നും നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്രിസ്റ്റോ കയറി മുകളിലേക്ക് വീണ്ടും തിരിച്ചു കയറി. സത്യത്തിൽ ക്രിസ്റ്റോ തിരിച്ചിറങ്ങുന്നില്ല. ആദ്യം എടുത്ത ഷോട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആന അങ്ങോട്ട് മാറുന്നു, ഇങ്ങോട്ട് തിരിച്ചു വന്ന് ആന തട്ടിയിടുന്നു. ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞത് അവിടെ ക്രിസ്റ്റോയോ ആരുമില്ല. ആ സമയത്ത് ആനയോട് ഒന്ന് അങ്ങോട്ട് മാറാൻ പറയുന്ന സമയത്തേക്ക് പാപ്പാൻ അങ്ങോട്ട് പറയുന്ന സമയത്ത് ആന അങ്ങോട്ട് മാറുന്നു, ആന ഇങ്ങോട്ട് വരുന്നു.
അതിൻ്റെ കാലുകളുടെ ഷോട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ ആനയോടൊന്ന് തല കുടയാൻ പറയുന്നു. ആന തല കുടയുന്നു, അതിൻ്റെ ഷോട്ട് എടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, ആനയോട് ചിഹ്നം വിളിക്കാൻ പറയുന്നു. ആന എപ്പോഴത്തേക്ക് തുമ്പിക്കൈ ഉയർത്തിക്കൊണ്ട് ചിഹ്നം വിളിക്കുന്നു. അങ്ങനെ കുറേ ഷോട്ട്സുകൾ നമ്മൾ എടുത്തു വെക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ക്രിസ്റ്റോ വീഴുന്നത് എവിടെയാണ്? ആന എവിടെയോ നിൽക്കുന്നു, ക്രിസ്റ്റോ വേറൊരു സ്ഥലത്ത്. അവിടെ നിന്ന് ഒരുപാട് മാറി ക്രിസ്റ്റോ വീഴുന്നു. പക്ഷേ ആ ക്രിസ്റ്റോ വീണ ഷോട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ആനയുടെ സജഷനിലാണ് ആ ഷോട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഈ ക്രിസ്റ്റോ വീഴാൻ കാരണം ആന ഇങ്ങനെ തള്ളിയിടുന്നതായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ആനയൊന്ന് തല ഇങ്ങനെ അനക്കാൻ പറയുന്ന സമയത്തേക്ക് അത് തലയനക്കുന്നു. അത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ആ തിരിഞ്ഞു വരുമ്പോഴുള്ള ചില ഷോട്ട്സുകൾ, ഒരുപാട് ഷോട്ട്സുകൾ എടുക്കുന്നത് കൊണ്ടാണ്. സത്യത്തിൽ ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്ന ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവനൊരു എഡിറ്റിംഗ് സെൻസ് ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിലൂടെ ഞാൻ പറയുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇപ്പോൾ ജോബിൻ എന്ന് പറയുന്ന കലാകാരൻ, അതായത് നമ്മുടെ എഡിറ്ററാണ്, ക്യാമറമാനാണ്, അതോടൊപ്പം തന്നെ ഡിസൈനറാണ്, എല്ലാം. ജോബിനെ നിങ്ങൾക്കെല്ലാം അറിയാം, എന്നോടൊപ്പം എപ്പിസോഡുകൾ വർക്ക് ചെയ്യുന്ന ഒരു കലാകാരനാണ്. ജോബിൻ്റെ കരവിരുതിലാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന എഡിറ്റിംഗ് സെൻസിൽ ഞാൻ ഈ പറയുന്ന ഷോട്ടുകൾ കട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. ഇവിടെ വെച്ചിട്ട് ഇനിയും ആന ചവിട്ടുന്നതായിട്ട് കാണിക്കരുത് എന്ന് നമ്മളെ കൊണ്ടുവന്ന ആൾ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്തു? ഇവിടെ നേരെ ഷിഫ്റ്റ് ചെയ്തു. നമ്മളിപ്പോൾ അവിടുത്തെ ആനയുടെ സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ രജീഷിന്റെ സുഹൃത്തായിട്ടുള്ള ആകാശ് എന്ന് പറയും, അദ്ദേഹത്തിന്റെ ഒരു മനയുണ്ട് ഇവിടെ, കുന്നത്തൂർ മന എന്നാണ് പറയുന്നത്. ആ കുന്നത്തൂർ മനയിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ എടുക്കുന്ന ഷോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്റ്റോയെ ആന തട്ടിയിട്ടതിന് ശേഷം ആനയുടെ കാല് കൊണ്ട് ക്രിസ്റ്റോയെ ചവിട്ടുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് നമ്മൾ ഡെമ്മി കാല് വെച്ചിട്ട് ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഇതാണ് കുന്നത്തൂർ മന. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കുന്നത്തൂർ മനയിലാണ്. കുന്നത്തൂർ മനയുടെ എന്താ പറയുക, നമ്മുടെ രജീഷ്, നമ്മളിപ്പോ ആ വണ്ടിയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞിരുന്നു, ആകാശ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ, ഒരു ബിസിനസ്മാൻ, എന്താ പറയാ, എല്ലാം ഉപരി സർവോപരി ഒരു കലാകാരനാണ്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ നടക്കുന്നത് വലിയ ഈവന്റുകളാണ്. അതായത് അതിനെക്കുറിച്ച് വിശദമായിട്ടൊക്കെ ആകാശ് ഭായി തന്നെ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ഈ വന്ന കാലത്ത് ഈ കേരളത്തനിമ നഷ്ടപ്പെടാതെ ഇത്രയും പൈതൃകം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് ചെയ്യാനൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് നിലനിർത്തിക്കൊണ്ടു പോകണം എന്ന ആഗ്രഹം ഉണ്ടായത് എങ്ങനെയാണ്? ഇത് അച്ഛൻ്റെ ഒരു പാഷനിൽ നിന്ന് വന്നതാണ്. അച്ഛനാണ് ഇത് 2008 പ്രോപ്പർട്ടി വാങ്ങുകയും പിന്നെ അത് നല്ല ഡെവലപ്പ് ചെയ്തൊക്കെ ഫാദറാണ്. പിന്നെ നമ്മളൊരു ബിസിനസ് MBA കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇൻഡസ്ട്രിക്ക് വന്നത്. അപ്പോൾ നമ്മളതിൻ്റെ പുതിയ സാധ്യതകളും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് അപ്പോൾ നമുക്ക് മനസ്സിലായി ഇപ്പോൾ ഒരു ട്രഡീഷണൽ വെഡ്ഡിങ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ഗുരുവായൂർ ബേസ്ഡ് ആയിട്ടുള്ള, അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ അതിൻ്റെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് സെന്റർ ആയിട്ട് നമ്മൾ അതിനെ മാറ്റി. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? നമുക്ക് മെയിനായിട്ട് ആയുർവേദം ഉണ്ട്, ആയുർവേദ ചികിത്സകളുണ്ട്. നമുക്ക് ഡോക്ടേഴ്സും ഇന്നോസ് ബാക്കിയുള്ള തെറാപ്പിസ്റ്റും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പൂൾ സൈഡ് ലോൺ ഉണ്ട്, റെസ്റ്റോറന്റ് ഉണ്ട്, ബാർ ഉണ്ട്, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും. നമുക്കൊരു ഗസ്റ്റ് പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് വെഡ്ഡിങ് നടത്താനായാലും ബാക്കി എന്ത് പ്രോഗ്രാം നടത്താനായാലും എല്ലാ ഫെസിലിറ്റീസും നമുക്ക്. അപ്പോ കേരളത്തനിമയിൽ നമ്മൾ ആരെങ്കിലും കേരളത്തനിമയിൽ ഒരു കല്യാണം, ഗുരുവായൂർ കല്യാണം ചെയ്യാൻ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹങ്ങളുണ്ടാകും, ഹിന്ദു വെഡ്ഡിങ്ങുകൾ. അപ്പോൾ കേരളത്തനിമയിൽ കല്യാണം ചെയ്യാൻ നമ്മൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കുന്നത്തൂർ മനയിലേക്ക് വരാം. എല്ലാവരെയും കുന്നത്തൂർ മനയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നതാണ്. ഈ കുന്നത്തൂർ മനയുടെ ലൊക്കേഷനും അതുപോലെ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ തരുന്നതായിരിക്കും. ഇതിന്റെ വിശദമായിട്ടുള്ള ഒരു ബ്ലോഗ് വരുന്ന എപ്പിസോഡുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഈ ആനയുടെ എപ്പിസോഡിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിന്റെ കാല്, ആനയുടെ ഡെമ്മി കാല് വെച്ചിട്ട് എവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. എവിടെയാണ് ആകാശ് ഭായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ നമുക്ക് അവിടേക്ക് പോവാം. ആകാശ് ഭായി ഇപ്പോ ഒരു അർജന്റായിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഇനി നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. വാടാ ക്രിസ്റ്റോ, വാ. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റോയെ ഇപ്പോൾ ഇവിടെ കിടത്താൻ പോവുകയാണ്. ക്രിസ്റ്റോ ഇപ്പോൾ ഈ എപ്പിസോഡ് ചെയ്തപ്പോൾ ഒരുപാട് വീണു. ക്രിസ്റ്റോയ്ക്ക് എന്താ പറയാ, ഈ ശരീരം എന്ന് പറയുന്നത് കണ്ടില്ലേ, ഫ്രെയിം നിറഞ്ഞു നിൽക്കുന്ന ശരീരമാണ്. 130 കിലോയാണ്. അപ്പോൾ ക്രിസ്റ്റോയെ നമ്മളിവിടെ കിടത്തുകയാണ്. പിന്നെ ഈ പറയുന്നതിന് എത്രയുള്ള 30 വയസ്സുള്ള ഒരു കുഞ്ഞു പൈതലാണ് കേട്ടോ. അപ്പൊ കിടക്ക് കാട്ടെ.
ഇങ്ങനെ കിടത്തി. ഇനി നമ്മൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡെമ്മിക്കാലിന്റെ ഈ പോർഷൻസ് നമുക്ക് മതി. കാരണം ഈ നഖത്തിന്റെ ഈ പോർഷൻസ് മാത്രം മതി നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്തേക്ക്. അപ്പോൾ നമുക്ക് ഒറ്റ ഷോട്ടാണ്, അതായത് അതിന് മുന്നേ ഉള്ള കാല് പൊക്കി ഉള്ള ഷോട്ട്, ആന കാല് പൊക്കിയത് നമ്മൾ എടുത്തു കഴിഞ്ഞു. അതേപോലെ തന്നെ ആനയുടെ കണ്ണിന്റെ ക്ലോസ്, അതേപോലെ തന്നെ ആന തുമ്പിക്കൈ ഉയർത്തുന്നത്, അങ്ങനെയുള്ള എല്ലാ ഭീകരമായ ഷോട്ടുകളും നമ്മൾ എടുത്തു കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് കട്ട് ചെയ്തിരുന്ന ഏറ്റവും ബ്രില്യൻ്റ് ആയ ഷോട്ടാണ് ഇത്. വളരെ ടൈറ്റ് ഫ്രെയിം ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അത് എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് ചീറ്റ് ചെയ്യാം. ഇതേപോലെ കിടത്തി അത്ര ടൈറ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് അമർത്തുന്ന സമയത്തേക്ക് അവനൊന്ന് അത്രേ ഇതാണ്. അതായത് ഇങ്ങനെ വന്നു ഒരു അലർച്ചയോടെ പറഞ്ഞല്ലോ, അതാണ് സംഭവം. അതെങ്ങനെയാണ് അതിൻ്റെ ഷോട്ട് എടുക്കുന്നത്, അത് ചീറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, അവിടെ പച്ചപ്പ് മാത്രമേ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവൻ്റെ ശരീരം മാത്രമേ കാണാൻ പാടുള്ളൂ. ആ കാല് നമ്മൾ ലോ ബേസിൽ, നമ്മൾ ലോ ആംഗിൾ എന്ന് പറയുമ്പം നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക്, നമ്മൾ കാലിൻ്റെ അടിയിലേക്ക് ഷോട്ട് വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭംഗി. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് വരുമ്പോൾ ആന കാലുയർത്തുന്ന ഒരു ഷോട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആന നടന്നു വരുന്നൊരു ഷോട്ടുണ്ട്. അവൻ പുറകിലേക്ക് പോകുന്നൊരു ഷോട്ടുണ്ട്. ആനയുടെ കാലുയർത്തുന്നു, ചവിട്ടുന്നത് ഏതാണ്? നമ്മൾ ഡെമ്മിയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു വേവ്. കഷ്ടപ്പെട്ടിട്ടാണ് ഈ 2 എപ്പിസോഡ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിച്ചത്. കാരണം ഈ ആനയുടെ കഥ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ആനയുടെ സീക്വൻസ് എടുക്കുവാൻ വേണ്ടി നമ്മൾ അനുഭവിച്ച ഒരു റിസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല. ഈ ആന ഒരിക്കലും നമുക്ക് ഒരു ഷൂട്ടിംഗ് പ്രൊഫഷൻ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ആനയെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഒരുപാട് ആനപ്രേമികൾ ഏറ്റവും കൂടുതലുള്ള നാടാണ് തൃശ്ശൂർ. ഈ തൃശ്ശൂർ വന്ന് ഞങ്ങൾ ഇതെടുക്കാൻ കാരണം ആനയെ കെട്ടുന്ന സ്ഥലത്ത് വന്നിട്ട് ആ കെട്ടുന്ന പൊസിഷനിൽ നിന്ന് അഴിച്ചിട്ടേ ഇല്ല, അതേ അവിടെ നിന്നുകൊണ്ട് മാത്രമാണ് ആനയുടെ ഷോട്ടുകളെല്ലാം എടുത്തത്. അതിനുശേഷം ആന ഒരിടത്ത് നിൽക്കുന്നു, നമ്മുടെ അഭിനയിക്കാൻ നിൽക്കുന്ന ക്രിസ്റ്റോ വേറൊരിടത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഈ സീക്വൻസുകളെല്ലാം എടുത്തത്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ തന്നെയാണ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഓരോ ലൊക്കേഷനിൽ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേണ്ട കാര്യം അതാണ്. കാരണം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒട്ടനവധി കലാകാരന്മാരെ ഈ കോവിഡ് പ്രതിസന്ധി കാലത്ത് വീടുകളിലുണ്ട്. അവരുടെ വീടുകളിൽ ചെല്ലുക, അവരോടൊപ്പം അല്പസമയം ചെലവഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മനസ്സ് നിറയുന്ന എപ്പിസോഡുകളായിരുന്നു ഈ 2 എപ്പിസോഡുകൾ. ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളെടുത്ത ഈ എപ്പിസോഡുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാതിരിക്കരുത്. ഒരിക്കലും നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കരുത്. മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ ചെയ്യുന്ന വർക്ക്ഷോപ്പുകൾ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായി എത്താൻ വേണ്ടി അതിന്റെ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി കാണും വരെ ബൈ.